ഈ അനൂപ് എന്ന് പറയുന്ന മകൻ ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ ഒരു വിശ്വാസ വീട്ടിലായിരുന്നു. ഒരു പാരമ്പര്യ പെന്തിക്കോസ് സഭയിലെ വിശ്വാസിയായിരുന്നു. ഞാൻ ആ സംഘടന ഏതാന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ മകൻ പിന്മാറ്റത്തിലേക്ക് പോയി. പിന്മാറ്റം എന്ന് വെച്ചാൽ വലിയ പിന്മാറ്റത്തിലേക്ക് പോയി. MDMA-ക്കും കഞ്ചാവിനും ഡ്രഗുകൾക്കും ഇവൻ അടിമപ്പെട്ടു. ഇവന് ഇഞ്ചക്ഷൻ എടുക്കാതെ, ഡ്രഗ് കുത്തിവെക്കാതെ ഇവന് ജീവിക്കാൻ കഴിയാതെ വന്നു. ഇവന്റെ മുറിക്കകത്തിരുന്ന് അലറി വിളിക്കുമായിരുന്നു, തന്നിരുന്ന് കരയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൻ എൻ്റെ ഒരു വീഡിയോ ഫോണിനകത്ത് കാണുന്നത്. ആ വീഡിയോ കണ്ടിട്ട് ഇവന്റെ അകത്ത് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ, ഈ ഡ്രഗ്സിനകത്തുനിന്ന്, ഈ കഞ്ചാവിനകത്തുനിന്ന്, ഈ ലഹരിക്കകത്തുനിന്ന് നീ പുറത്തു വരണമെന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നുകയാണ്. അങ്ങനെ കൊട്ടാരക്കര യൂത്ത് മീറ്റിംഗിൽ അനൂപ് കടന്നു വന്നു. ഏറ്റവും പുറകിൽ പോയിരുന്നു. അവൻ ഈ ഡ്രഗ്സ് എടുക്കാതെ, ഇത് കുത്തിവെക്കാതെ അവന്റെ കൈ വിറയ്ക്കും, അവന്റെ കൺട്രോൾ പോകുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അന്നത്തെ മീറ്റിംഗിൽ എനിക്കറിയില്ല ഇവൻ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നോ, ഇവൻ ഇങ്ങനെ ഡ്രഗിന് അഡിക്ഷൻ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അന്നത്തെ മീറ്റിംഗിൽ ഏറ്റവും പുറകിലിരുന്ന് ഇവനെ ഞാൻ പ്രൊഫറ്റിക്കലി, പ്രവചനാത്മാവിൽ വിളിച്ചു. അവനെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇവനെ കണ്ടപ്പോൾ എനിക്കൊന്ന് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നി. ഞാൻ അവനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് ദൈവം അവനെ വിടുവിച്ചതാണ്. അന്ന് അനൂപിനെ കർത്താവ് വിടുവിച്ചതാണ്. അല്ലെങ്കിൽ ഇന്ന് ഇവൻ ഭൂമിയുടെ മുഖത്ത് കാണേണ്ടവനല്ല. നിങ്ങൾ ഈ വാർത്തകളിലൊക്കെ കാണുന്ന ഒരുവനെ പോലെ ആയിത്തീരേണ്ടവനാണ് ഇവനും. ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയാണ്, ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ്, വ്യക്തികളെയാണ് പരിശുദ്ധാത്മാവ്, എന്റെ യേശു അപ്പ, ഈ ശുശ്രൂഷയിലൂടെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നവർക്ക് എന്തും പറയാം, കളിയാക്കേണ്ടവൻ എന്തും കളിയാക്കാം. പക്ഷെ എത്രയോ ആയിരങ്ങളെ, പതിനായിരങ്ങളെയാണ് കർത്താവ് സേവ് ചെയ്യുന്നത്, വിടുവിക്കുന്നത്. ലോകത്തിന് ചെയ്യാൻ പറ്റാത്തത്, മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് യേശുവിന് ചെയ്യാൻ കഴിയും. ഞാൻ ഇവന്റെ അമ്മയെ കണ്ടു, ഇവന്റെ പപ്പായ അമ്മയെ ഞാൻ കണ്ടു. ഇവന്റെ സഹോദരനും പിന്നെ ചർച്ചിൽ വന്നു. ഇവനൊന്ന് ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെ പോകുന്നു അനൂപ്? ഇന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണം, എന്നെയും കൂടെ ഇതിനകത്ത് കൂട്ടണം. ചെറുപ്പക്കാരാ, നീ എത്ര വലിയ ഡ്രഗ്സ് ആണെങ്കിലും, നീ എത്ര വലിയ കഞ്ചാവോ കള്ളോ, നീ എത്ര പരാജിതനാണെങ്കിലും, നിന്റെ വീട്ടിന്റെ മുറിക്കകത്തിരുന്ന് നീ തന്നെത്താൻ അലറി വിളിക്കുന്നവനാണെങ്കിലും, നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഞങ്ങൾ നിന്നെ അറിയിക്കുകയാണ്. അനൂപേ, മോന്റെ സാക്ഷി ഒരു ദിവസം പറയണം കേട്ടോ. പറയാൻ എനിക്ക് ലോകത്തോട് എനിക്ക് വിളിച്ച് പറയണം. നിന്റെ കൂടെയുള്ള കൂട്ടുകാരോട് നീ സുവിശേഷം പറയണം, യേശുവിനെ അറിയിക്കണം, വെളിച്ചം ഓർക്കും കൊടുക്കണം. അവരെല്ലാരും കൊണ്ടുവരണം. എനിക്ക് ഇപ്പോഴും യുവതലമുറയിലെല്ലാം ഈ ഒരു അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഞാൻ കൊണ്ടുവന്നിരിക്കും, എന്റെ ദേഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും. ഗോഡ് ബ്ലെസ് യു മോനെ. കർത്താവ് നിന്നെ ഉപയോഗിക്കൂടാ, കർത്താവ് നിന്നെ ഉപയോഗിക്കും. പാപത്തോട് ബൈ ബൈ പറഞ്ഞ്, ലോകത്തിന്റെ സ്നേഹത്തോട് ബൈ ബൈ പറഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കണം പ്രിയപ്പെട്ടവരെ.